ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ വേരിയബിൾ അസൈൻ ടൈപ്പ് ഡാറ്റയിലെ വേരിയബിൾസിനെ പറ്റിയായിരുന്നു. അപ്പോൾ വേരിയബിൾസ് ഏകദേശം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. വളരെ കുറച്ച് കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ ഇത് ഈ വീഡിയോ നേരിട്ട് അറിയാൻ വരുന്ന ആളാണെങ്കിൽ ജസ്റ്റ് പഴയ വീഡിയോ പോയി കണ്ടിട്ട് വേരിയബിൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരിക. ഓൾറെഡി അറിയാമെങ്കിൽ ഓക്കെ, ഫൈൻ. അപ്പോൾ അതിന് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ബ്രാക്കറ്റിലുള്ള ഡേറ്റ എന്തുമായിട്ട് നമുക്ക് പ്രോബ്ലം അല്ല. നമ്മളിപ്പോൾ ടൈപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ ടൈപ്പ് പല രൂപത്തിലും ആളുകൾ ഹെഡിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സിമ്പിളായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തത്. ഒന്നാമത്തത് സിമ്പിൾ ഡാറ്റ ടൈപ്പ്, രണ്ടാമത്തത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഈ വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നമ്മൾ പ്രോഗ്രാമിംഗ് പൈത്തൺ, ഈ പൈത്തൺ തേർന്ന് കുറച്ച് ഡാറ്റ ടൈപ്പാണ് സിമ്പിൾ ഡാറ്റ ടൈപ്പ്. ഈ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കുറച്ച് ഡാറ്റ ടൈപ്സ് ആണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാറ്റഗറി: സിമ്പിൾ, ഓൾറെഡി ലാംഗ്വേജ് തരുന്നത്, ആ തരുന്ന ലാംഗ്വേജ്, നമ്മൾ ലാംഗ്വേജ് തന്ന ഡാറ്റ ടൈപ്പ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. Definition defined within the programming language. By using simple data type, we can create another data type. Okay. So, നമുക്ക് സിമ്പിൾ ഡാറ്റ ടൈപ്പ് എന്താണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ലാംഗ്വേജ് ഓൾറെഡി നമുക്ക് തരുന്നത്. അതിൽ 4 ടൈപ്പാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വേറെ 1-2 ടൈപ്പ് ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ടായില്ല. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം കോഡിങ് ചെയ്യുന്ന സമയങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കൺഫ്യൂഷൻസ് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ കുറച്ചൊക്കെ ഒരു മാസങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആവും. പിന്നെ നിങ്ങൾക്ക് അതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാർട്ടിങ്ങിൽ കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. അപ്പോൾ ഒന്നാമത്തത് ന്യൂമറിക്കൽ. ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ഉണ്ടല്ലോ, ഇൻറ്റിജർ, ഫ്ലോട്ട്, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ലേ. 1, 2, 3, 2.5 അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇൻറ്റിജർ, പോയിന്റ് ഇല്ലാത്തത് നമ്മൾ ഇൻറ്റിജർ, ജസ്റ്റ് 2, 3, 4. പോയിന്റ് കൊടുക്കുമ്പോൾ 2.5, 1.0, 3.0, അതൊക്കെ ഫ്ലോട്ട്. അപ്പോൾ ഇൻറ്റിജർ, ഫ്ലോട്ട് സിമ്പിളാണ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, നമ്മളിപ്പോൾ എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞ മാതിരി കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. നമുക്ക് ആവശ്യമില്ല, നമ്മൾ റയർലി യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ വെറുതെ സമയം കളയുണ്ടായി, കൺഫ്യൂഷൻ വരണം. പിന്നെ വരുന്നത് രണ്ടാമത്തത് ബൂളിയൻ. ബൂളിയൻ എന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫാൾസ്, നമ്മൾ ലൈഫിൽ പറയല്ലോ അത് ശരിയാണോ തെറ്റാണോ ഒക്കെ ചോദിക്കുന്നത്. അത് വരുന്നത് നമ്മൾ ലാംഗ്വേജിൽ ഇപ്പോൾ ഒരു കാര്യം എഴുതിയിട്ട് അത്, അല്ലെങ്കിൽ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യും. എക്സാമ്പിൾ പറയണെങ്കിൽ, അപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2 ഈക്വൽറ്റി കൊടുത്തത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഈ ഒരു ഈക്വൽറ്റി ആണെങ്കിൽ ഇതിനെ അസൈൻ എന്നും വിളിക്കലാണ്. അതേസമയം അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, മേ ബി ഈക്വൽറ്റി എന്താണ്. അപ്പോൾ 2 വട്ടം ഈക്വൽറ്റി വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ലാംഗ്വേജിൽ ഈക്വൽറ്റി എന്ന് പറയാം. ഒറ്റൊന്നാണെങ്കിൽ അതിനെ അസൈൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ വേരിയബിൾ അസൈൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്ന് പറയും. അതാണ് 2 ഈക്വൽറ്റി വരുമ്പോൾ ഡിഫറൻസ്. അപ്പോൾ ഞാൻ പറയുന്നത് എക്സ് ഈക്വൽ ടു 5. അപ്പം ഇനി ഞാൻ ചോദിക്കുകയാണ് എക്സ് 5 ആണോ? അപ്പോൾ യെസ്, ആൻസർ ട്രൂ. എഫ് 4 ആണോ? നോ, ഫോൾസ്. ആ ഒരു കൺസെപ്റ്റാണത്. ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ടായിട്ട് എഴുതി വെച്ചതാണ്. 2 ഈക്വൽറ്റി വരുമ്പോഴാണ് ഈക്വൽറ്റി എന്ന് നമ്മൾ പറയാറ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് സ്ട്രിങ്, ടെക്സ്റ്റ്. 2 പേരും പറയും. പൈത്തൺ നമ്മൾ സ്ട്രിങ് എന്നാണ് പറയാം. ഇപ്പം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേർഡ്സ്, സെൻറ്റൻസ് എല്ലാം ഇതിൽ പെടും. ഇപ്പോൾ കരിയർ, ഫ്യൂച്ചർ, മൈ പാഷൻ ഈസ് മെൻറ്ററി, ഐ വാണ്ട് ടു ലേൺ പൈത്തൺ, ജാങ്കോ, ഇതെല്ലാം എന്താ ചെയ്യുക, സ്ട്രിങ് ആണ്. ഇതെല്ലാം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നതും ഒരു ക്ലോസിംഗ് വെച്ചാൽ ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്യും, ഡബിൾ കോട്ടിൽ എൻഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് സ്ട്രിങ് ചെയ്തത്. അത്രേ ഉള്ളൂ. ഇനി വരുന്നത് നാലാമത്തെ ഒരു ടൈപ്പ്, ഒന്നുമില്ല എന്ന് പറയുന്നത്, നണ്ണ്, എം ടി ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ ഒരു 10 വരി കോഡ് ചെയ്തതാണ്. ജസ്റ്റ് ഇങ്ങനെ കോഡ് ഇങ്ങനെ അടിയിലോട്ടായിട്ട് ഇങ്ങനെ എഴുതി പോവാണ്. അതിൽ ഒന്നാമത്തെ ലൈനിൽ ഞാൻ എക്സ് നണ്ണ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് എക്സ് നണ്ണാണെന്ന് പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയണത് എക്സ് 5 ആണ്. അപ്പം അന്നേരം എക്സ് ഈക്വൽ ടു നണ്ണ്, കുറച്ച് കഴിഞ്ഞിട്ട് പറയണത് എക്സ് ഈക്വൽ ടു 5. അപ്പം നണ്ണിനെ റീപ്ലേസ് ചെയ്ത് 5 ആയി. അപ്പം നമ്മൾ ആദ്യം തന്നെ എക്സിനെ നണ്ണാക്കി വെച്ച്. കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ, കോഡിങ്ങിൽ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ട് അതിൻ്റെ. അത് നമുക്ക് ആ സമയത്ത് ആലോചിക്കും. ഇപ്പം ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, നമുക്ക് എം ടി ആക്കി വെക്കണമെങ്കിൽ നണ്ണാക്കി വെച്ചാൽ മതി. ഇപ്പം സിമ്പിളായിട്ട് പറയണം, നമ്മളൊരു എം ടി കണ്ടെയ്നർ വാങ്ങി വെച്ച്, അത് ആലോചിച്ചാൽ മതി, മനസ്സിലാവും നമുക്ക്. ആ കണ്ടെയ്നർ പിന്നെ ഒരു ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കൂലേ, അതിനല്ലേ ഇപ്പോൾ വാങ്ങി വെച്ചിരിക്കുന്നത്. അതേമാതിരി മുന്നേ നമ്മൾ ചെയ്തു വെക്കും. ഓക്കെ.
ഇപ്പൊ നമ്മൾ സിമ്പിൾ ഡാറ്റ ടൈപ്പ് ആണ് പറഞ്ഞത്, ന്യൂമറിക്, ബൂളിയൻ, ടെക്സ്റ്റ് സ്ട്രിങ്, നണ്ണ്. ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. യൂസിങ് സിമ്പിൾ ഡാറ്റ ടൈപ്പ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഈ ഡാറ്റ ടൈപ്സ് ഉണ്ടാകും. ഇനി അടിയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തത് ലിസ്റ്റ്. അതങ്ങനെ തന്നെ, ആ ഒരു വേർഡ് നിങ്ങൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കി വെച്ചാൽ മതി. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് നമ്മളത് ബൈ ഹാർട്ട് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ഹാർട്ട് ആയിക്കോളും, ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കി കിടന്നോളും. ലിസ്റ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് എൻഡ് ചെയ്യുക. അതാണ് അതിൻ്റെ മെയിൻ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് അതിലിപ്പോൾ ഡാറ്റ എഴുതുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സിമ്പിൾ ഡാറ്റ ടൈപ്പ് ആണ് ഉപയോഗിക്കല്. നമ്മൾ ഒന്നിനെ പറ്റി സംസാരിച്ചു, ഇൻഡിജർ ആണ്, 2.4 ഫ്ലോട്ട് ആണ്, കാരിയർ സ്ട്രിങ് ടെക്സ്റ്റ് ആണ്, നണ്ണ് വാല്യൂ ഇല്ല. ഈ പറഞ്ഞ എല്ലാം കൂടി ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടൊക്കെയാണ് അതൊരു ലിസ്റ്റായി മാറി. ഇതിപ്പോൾ ഒരു വാല്യൂ മാത്രം ആഡ് ചെയ്യുക, 8 അല്ലെങ്കിൽ 4 അങ്ങനെ ചെയ്യാം, മൾട്ടിപ്പിൾ ആഡ് ചെയ്യുക. പിന്നെ ഈ ലിസ്റ്റ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ തന്നെ വരും. അത് ഒരുപാട് ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ലിസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുക, ഡിഫറൻറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് അതിനുള്ളിലോട്ട് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തത് സെറ്റ്. സെറ്റ് എന്ന് പറയുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, കേളി ബ്രാക്കറ്റിൽ ഓപ്പൺ ആക്കുക. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കേളി ബ്രാക്കറ്റ് തന്നെ ക്ലോസ് ചെയ്യുക. എൻ്റെ മൗസ് പോയിന്റർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഡാറ്റ ആഡ് ചെയ്യാം. ഇതിൻ്റെ ടെക്സ്റ്റ് സ്ട്രിങ് ആഡ് ചെയ്തു, നമ്പർ ആഡ് ചെയ്തു, ഫ്ലോട്ട് ആഡ് ചെയ്തു, എം ടി ആഡ് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ള എന്തും ആഡ് ചെയ്യാം. നമ്മൾ സിമ്പിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുക. അതിനുള്ളിൽ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. പിന്നെ ആദ്യം പറഞ്ഞ മാതിരി നമുക്ക് ഒറ്റ ഡാറ്റ ആഡ് ചെയ്യാം. കേളി ബ്രാക്കറ്റിനുള്ള 1 8 സെപ്പറേറ്റ് ആയിട്ട് ഒരു സിംഗിൾ വാല്യൂ ആഡ് ചെയ്യാം. 1 മുതൽ എത്ര വരെ ആഡ് ചെയ്യാം നമുക്ക്. പിന്നെ മൂന്നാമത് വരുന്നത്, ഇപ്പോൾ ആദ്യം നമ്മൾ ലിസ്റ്റ് പറഞ്ഞു, സെറ്റ് പറഞ്ഞു, ഇനി വരുന്നത് ടപ്പിൾസ്. ഇത് നമ്മൾ പാരന്തസിസിൻ്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ പാരന്തസിസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സെയിം നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ ടൈപ്പ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. അതേമാതിരി നമുക്ക് സിംഗിൾ വാല്യൂലും ക്രിയേറ്റ് ചെയ്യാം. ഇനി നാലാമത് വരുന്നത് ഡിക്ഷണറിയാണ്. ഓക്കെ, നമ്പർ ജസ്റ്റ് മാറിയിട്ടുണ്ട്, സീനാക്കണ്ട. ഇനി നാലാമത്തെ, ഇത് ആക്ച്വലി 3 ഇതാണ് 4. നാലാമത്തെ വരുന്നത് ഡിക്ഷണറി. ഈ ഡിക്ഷണറി ആക്ച്വലി സെറ്റ് മാതിരിയാണ്. സെറ്റ് ആണ് ഞങ്ങൾ കേളി ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് കേളി ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിക്ഷണറിയിൽ വരുന്നത് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ്. പക്ഷെ ഇതിന്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മൾ ഡിക്ഷണറി എന്താണ്, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു വേർഡ് ഉണ്ടാവും ഇംഗ്ലീഷ്, നിങ്ങളുടെ അതിന് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, മലയാളം മീനിങ് ഉണ്ടാവും. ഈ ഇംഗ്ലീഷിലുള്ള എഴുതിയതിനെ കീണെന്നും അതിന്റെ മീനിങ്ങിനെ വാല്യൂ എന്നും പറയാം. സെയിം കൺസെപ്റ്റ്, നമുക്കൊരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഡിക്ഷണറിൻ്റെ ഉള്ളിൽ കീ വാല്യൂ ആയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. എക്സാമ്പിൾ ഉണ്ടാവുകയാണ്, നെയിം നവാഫ്, ജെൻഡർ മെയിൽ, ഏജ് നമുക്ക് 30, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കും. കോണ്ടാക്ട് നമ്പർ, അത് കീ വാല്യൂ ആയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. സിംഗിൾ കീ വാല്യൂ ആഡ് ചെയ്യുക, നെയിം നവാഫ് അല്ലെങ്കിൽ നെയിം സലീം, സെപ്പറേറ്റ് ഒറ്റ വാല്യൂ ആഡ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് സിമ്പിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ന്യൂമറിക്, ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, ടെക്സ്റ്റ്, നണ്ണ്, എം ടി കണ്ടെയ്നർ. ഡിറൈവ്ഡ്, ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത് ലിസ്റ്റ്, ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ഓപ്പൺ ആക്കണം. സെറ്റ് ആണെങ്കിൽ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. ടപ്പിൾസ് ആണെങ്കിൽ പാരന്തസിസ് ഓപ്പൺ ആക്കണം. ഡിക്ഷണറി ആണെങ്കിൽ കേളി ബ്രാക്കറ്റ് സെറ്റ് പോലെ തന്നെയാണ്, പക്ഷെ കീ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യാം. ഇനി ഇതിലൊക്കെ ഈ പറഞ്ഞ 4 ലിസ്റ്റ്, സെറ്റ്, ടപ്പിൾസ്, ഡിക്ഷണറി, ഇത് ആക്ച്വലി ഒരു വൈഡ് കൺസെപ്റ്റ് ആണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വെച്ചാണ് നമുക്ക് കോഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ഓരോന്നും എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കൂടുതലായിട്ടൊന്നും ചിന്തിക്കണം, എന്താണ് പറഞ്ഞത് മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ സ്ലോലി പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വരും. പിന്നെ നിങ്ങളിതിൽ എന്താ പറയുക, അതിൽ പഠിച്ചിട്ട് പെട്ടെന്നൊരു ജോബിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് സ്പീഡാക്കിയാണ്ട് പഠിക്കുന്ന രീതിയിൽ പറഞ്ഞുതരും. ഞാനിപ്പോൾ എടുക്കുന്നത് പെട്ടെന്ന് ഒരു കോഡിങ് പഠിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവണം എന്ന് ആഗ്രഹിച്ചിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സിമ്പിളാക്കി പറയാൻ നോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കഴിഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ് വേരിയബിൾ അസൈൻ ടൈപ്പ് ഡാറ്റ. അതിൽ ഇപ്പുറത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നെയിം അസൈൻ str ജോൺ. ഇനി നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വേരിയബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ.
എന്താണ് നമ്മളൊരു കണ്ടെയ്നറാണ്. കണ്ടെയ്നർ നമ്മൾ ഇഷ്ടമുള്ള പേര് കൊടുക്കുക. കുറച്ച് റൂൾസ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വേരിയബിൾ നെയിമായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ നെയിമാണ് ആ കണ്ടെയ്നറിന്റെ പേര്. അപ്പോൾ ഈ STR എന്താ? STR എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, സ്ട്രിങ് ടെക്സ്റ്റ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് STR. നമ്മളിവിടെ STRന് ഉപയോഗിച്ചിട്ട് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ടെക്സ്റ്റ് ആണെങ്കിൽ ഡബിൾ കോട്ടും ഓപ്പണും ക്ലോസും വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ടെക്സ്റ്റ് എഴുതി ജോൺ. ഇനി നമ്മൾ നെയിമിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോണിന് വരും. അതേമാതിരി നമുക്ക് ഇൻറ്റ് 3, ഇൻറ്റ് എന്താ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ. നേരത്തെ പറഞ്ഞ നമ്മൾ ഇൻറ്റിജർ അതിന്റെ നമ്പർ 3 കൊടുത്ത്, ഇൻറ്റിജർ എന്താണ് 3. ഇനി നമുക്ക് ഫ്ലോട്ട് ആണെങ്കിൽ 3.0. വാരിയബിൾ നെയിം നമുക്ക് റൂൾസ് ഓൾറെഡി പറഞ്ഞില്ല, അണ്ടർസ്കോർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ലെറ്റർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 എന്ന് പറഞ്ഞ ആക്ച്വലി നമ്പർ അല്ലേ, ഇൻറ്റിജർ അല്ലേ, അത് നമുക്ക് ടെക്സ്റ്റ് ആക്കി മാറ്റാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിന്റെ മുന്നിൽ ഡബിൾ കോട്ടും ലാസ്റ്റ് ഡബിൾ കോട്ടും, എന്ത് വാല്യൂ ഫണ്ട് സ്റ്റാർട്ടിങ് ഡബിൾ കോട്ടും ഓപ്പണിങ്ങും അതിന്റെ ഡബിൾ ക്ലോസിങ് എൻഡിങ്ങും ഉണ്ടെങ്കിൽ അത് നമുക്ക് ടെക്സ്റ്റ് ആക്കി മാറ്റാം. അപ്പോൾ ഈ നമ്പർ ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്കോർ വാല്യൂ ഈക്വൽ അസൈൻ STR ടെക്സ്റ്റ് 3 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേരിയബിൾ അസൈൻ ടൈപ്പ് ഡാറ്റ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചിലപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായതാണ് വരും. അപ്പോൾ നമ്മൾ വേറെ രൂപത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ മനസ്സിലാവുന്ന വരെ നമ്മൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മളെ കമാൻഡ് പ്രോംപ്റ്റിൽ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം എൻ്റർ ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിലോട്ട് പോവാം. സെർച്ചിൽ CMD കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പൈത്തൺ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, സിമ്പിൾ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇൻറ്റിജർ 2 ഫ്ലോട്ട് എന്നൊക്കെ അല്ലേ. നമ്മൾ തൽക്കാലം എക്സിലോട്ട് അസൈൻ ചെയ്യുന്നത് ഇൻറ്റിജർ ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റിജർ 2 ആണല്ലേ, അപ്പോൾ ഞാൻ ജസ്റ്റ് 2 എന്ന് കൊടുത്തു. അപ്പോൾ ആക്ച്വലി നമ്മൾ 2 രൂപത്തിൽ കൊടുക്കുക പൈത്തണിൽ. ഇങ്ങനെ കൊടുത്തിട്ട് ഇൻറ്റിജറിന് ഇൻറ്റിനാണ് ഷോർട്ട്. ഇത് രണ്ടും സെയിം ആണ്. പൈത്തണിൽ നമുക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യാനുണ്ട്. അത് പൈത്തൺ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കിക്കോളും, നമ്മൾ ആ റൂൾസ് ഫോളോ ചെയ്താൽ മതി. ഇപ്പം ഞാൻ പ്രിന്റ് ചെയ്യാണ് 2. പ്രിന്റ് ചെയ്യുന്നത് എക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 വന്നു. ഇനി അടുത്തത് എന്താണ്, ഇൻറ്റിജർ. ഇപ്പം നമ്മൾ ചെയ്തു, ഇൻറ്റിജറിന്റെ ഷോർട്ട് INT ആയിട്ട് ഇൻറ്റ്. ഇനി ഫ്ലോട്ട്. ഇപ്പം ഞാൻ എക്സ് തന്നെ ഫ്ലോട്ട് ആക്കിയിട്ട് 2.5 ആക്കി. ഇനി പ്രിന്റ് ചെയ്ത് നോക്കാം, എക്സ് 2.5 ആയില്ലേ. 2 പോയി 2.5 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ബക്കറ്റിനോട്ട് വേറെ ഡാറ്റ റീപ്ലേസ് ചെയ്തു. അങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റ ആഡ് ചെയ്തേക്കാനാണ് നമ്മൾ ഡിറൈവ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ സിംഗിൾ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചെറിയ ഒറ്റ ബക്കറ്റ്, ഒരു ബക്കറ്റ് ഒരു ഡാറ്റ, അത്രേ ഉള്ളൂ. സിമ്പിൾ ഡാറ്റ ടൈപ്പ് ആകുമ്പോൾ, സിമ്പിൾ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ സിംഗിൾ ഡാറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ എക്സ് ഈക്വൽ ടു ഫ്ലോട്ട് 2.5 വില കൊടുത്ത് ആ ഫ്ലോട്ടിന് കൊടുക്കാതെ നമുക്ക് പൈത്തണിൽ കൊടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യേണ്ട, പൈത്തൺ ഓട്ടോമാറ്റിക് മനസ്സിലായിക്കോളും. എക്സ് ഇസ് ഈക്വൽ ടു 3.5. അപ്പോൾ പ്രിന്റ് എക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ ഏതാ വരും നോക്കാണ്, പ്രിന്റ് എക്സ് 3.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് കൊടുക്കാതെ നമുക്ക് ആ വാല്യൂ കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ നമ്മൾ അടിക്കുമ്പോൾ പൈത്തൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാതെ എന്താണ്. ഞാൻ അടുത്തത് എന്താ, കോംപ്ലക്സ് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ അതേ പറഞ്ഞു. ഇനി ബൂളിയൻ ഈസിയാണ് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഞാൻ പുതിയൊരു വേരിയബിൾ സെറ്റ് ചെയ്യാണ്, വാല്യൂ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഇനി ഞാൻ നോക്കുകയാണ് വാല്യൂ 10 ആണോ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യും, വാല്യൂ ഈക്വൽ ടു 10 ട്രൂ ആണ്, വാല്യൂ 10 ആണ്. ആദ്യം ഞാൻ അസൈൻ ചെയ്തു വാല്യൂയിലോട്ട് 10, ഇൻറ്റിജർ എന്ന ഡാറ്റ ടൈപ്പിലുള്ള ഇൻറ്റിജറിന് അസൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ ചെക്ക് ചെയ്യണ വാല്യൂ 10 ആണോ. ഇനി ഞാൻ അടിക്കുകയാണ്, വാല്യൂ ഈക്വൽ ടു 3 ഫോൾസ്, വാല്യൂ 3 അല്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ കൺസെപ്റ്റ്. പിന്നെ നൺ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു അസൈൻ നൺ.
പ്രിന്റ് എക്സ് പക്ഷേ നമ്മളൊരു എം ടി കണ്ടെയ്നർ വാങ്ങി വെച്ച മാതിരി ജസ്റ്റ് സ്റ്റോർ ചെയ്തൊക്കെ പിന്നെ യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഇതിലുള്ള ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിനോട് ഉപയോഗിക്കാം. ഈ ലിസ്റ്റ് എന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് ഇസിക്വൽ ടു ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ എക്സിൽ 2 ഇട്ടിട്ട് പിന്നെ എക്സിനോട്ട് ഞാൻ 3.5 അസൈൻ ചെയ്ത് എക്സ് 2 അസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്തപ്പോൾ 2 വന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എക്സിനെ 3 പോയിന്റ് അസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്തപ്പോൾ 3.5 വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഞാൻ എക്സിനെ 2,3,2.9 ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിനകത്ത് എക്സ് പ്രിന്റ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചത് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത്, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്ക്വയർ ബ്രാക്കറ്റ് അതിനുള്ളിൽ ഏത് ഡാറ്റ ടൈപ്പും കൊടുക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്ത് എക്സ്. ഇനി ഇതേ എക്സിലോട്ട് ഞാൻ നേരത്തെ എക്സ് ചെയ്തോട്ട് അതിലോട്ട് ഞാൻ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണം. നേരത്തെ റീപ്ലേസ് ചെയ്തതിന് പകരം ഇപ്പം ഞാൻ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണം. ഇനി ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ വേണ്ട, ആദ്യം 2, 3, 2.9 ഇപ്പൊ 2, 3, 2.9 3.5 വന്നു. നമുക്ക് കൂടുതലോട്ട് ഇങ്ങനെ ഡാറ്റ ആഡ് ചെയ്യുക, അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പല പരിപാടി ഞാൻ പറയില്ല. അടുത്ത് ഇതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് ഡെപ്ത് ആയിട്ട് നമ്മൾ അതിന് ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും. അപ്പൊ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ എന്ത് ചെയ്ത് വൈ എന്ന് പറഞ്ഞ ഇതിലോട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ. ഇത് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ വേണ്ട, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, കൺഫ്യൂഷൻ വരണ്ട. ഇനി വൈയില് ഞാൻ സെറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ലിസ്റ്റ് കഴിഞ്ഞു, ഇനി സെറ്റ്. അപ്പൊ നമ്മൾ കേളി ബ്രാക്കറ്റിൽ ഓപ്പൺ ആക്കാണ് പറഞ്ഞു. കേളി ബ്രാക്കറ്റിൽ ഓപ്പൺ ആക്കി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് വാല്യൂ വേണമെങ്കിലും ആഡ് ചെയ്യാം. നവാഫ് ഫ്യൂച്ചർ എന്നിട്ട് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി ഞാൻ പ്രിന്റ് ചെയ്യണം എന്ത് വൈ. അപ്പൊ ആ ഡാറ്റ വന്നു. ഇനി അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം, ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് പാരന്തസിസ് ആണ് വേണ്ടത്, ബാക്കിയൊക്കെ സെയിം തന്നെ. ഇപ്പോ ഞാനൊരു ന്യൂ എന്ന് പറഞ്ഞൊരു ന്യൂ പറ്റൂല, ഞാൻ വൈ എം എടുത്തിട്ട് എന്ത് ചെയ്തു, അതിൽ പാരന്തസിസ് ഓപ്പൺ ആക്കി. അതാണ് നമ്മൾ പറഞ്ഞത് പാരന്തസിസ്. എന്നിട്ട് അതിലോട്ട് 1, 2, നെയിം പറഞ്ഞിട്ട് പാരന്തസിസ് ക്ലോസ് ചെയ്തു, പ്രിന്റ് ചെയ്തു, അല്ല എൻ്റർ ചെയ്തു. ഇനി ഞാനതിനെ പ്രിന്റ് ചെയ്യണം. ഇപ്പൊ ആ വാല്യൂ വന്നു. ഇതെന്താണ് ടപ്പിൾസ്, ഇതെന്താണ് വേണ്ട ഈ വൈ, ഇത് സെറ്റ്, ഇതെന്താണ് ലിസ്റ്റ്. ആ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന കാര്യം ഓർത്താൽ മതി. ബാക്കിയുള്ള നമുക്ക് ഡാറ്റൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പിന്നെ ആലോചിക്കാം. ഇപ്പം നമുക്ക് ഏത് ഡാറ്റ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു, ചെറിയ ചെറിയ റൂൾസ് നമുക്ക് പിന്നെ ഫോളോ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നു കാര്യങ്ങൾ. എക്സാമ്പിൾ നമ്മൾ ഈ സ്ട്രിങ്ങിൻ്റെ നമ്പറിനെ സ്ട്രിങ് ആക്കി മാറ്റുന്നതാണ് ഈ പേജിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പം നമ്മൾ ഡിറൈവ് ഡാറ്റ ടൈപ്പും സിമ്പിൾ ഡാറ്റ ടൈപ്പും എല്ലാം ഡിസ്കസ് ചെയ്തു. ലിസ്റ്റ്, സെറ്റ്, ടപ്പിൾസ്, ഡിക്ഷണറി. അതുമാതിരി നമ്മളിവിടെ വരികയാണെങ്കിൽ ന്യൂമറിക്കൽ, ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, ടെക്സ്റ്റ്, സ്ട്രിങ്, നൺ എല്ലാം ഡിസ്കസ് ചെയ്തു. നമുക്ക് നമ്പറിനെ സ്ട്രിങ്, ഇപ്പോൾ എക്സാമ്പിൾ എക്സ് ഞാൻ റീപ്ലേസ് ചെയ്യാണ്. എക്സിനെ 4 ആക്കി പ്രിന്റ് ചെയ്യുമ്പോൾ എക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ 4 വന്നത്, ഇൻറ്റിജറാണ് വന്നത്. ഇനി ഞാൻ എക്സിനെ ഡബിൾ കോട്ട് ക്ലോസിങ് ഓപ്പണിങ് ക്ലോസിങ് കൊടുത്തിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ 4 തന്നെ വന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ചെറിയ ഡിഫറൻസ് കാണിച്ചു തരാം. എക്സ് അസൈൻ 4 കൊടുത്തു, എന്നിട്ട് ഞാൻ പ്രിന്റിൽ ഇതിന് ടൈപ്പ് എന്ന് കൊടുത്തിട്ട് എക്സ് കൊടുത്തു. ഈ ടൈപ്പ് എന്താണെന്ന് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്ത് തരാം. അത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ നമ്മൾ ഡാറ്റ ടൈപ്പ് ഏതാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടൈപ്പ് ഉപയോഗിക്കുന്നത്. അത്ര നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പ് ഇല്ലേ, വേരിയബിൾ ടൈപ്പ്, അതാണ്. അപ്പോൾ പ്രിന്റ് ചെയ്തപ്പോൾ ക്ലാസ് ഇൻറ്റിജർ. ഞാൻ എന്ത് ചെയ്തു, എക്സിന് ഡബിൾ കോട്ടിൽ ഓപ്പൺ ആക്കി. എന്നിട്ട് ചോദിക്കുകയാണ് ക്ലാസ് ഏതാണ്. ശ്രദ്ധിച്ചു നോക്കാണ്, ക്ലാസ് ഇൻറ്റിജർ ആണ് 4, ഇത് ക്ലാസ് സ്ട്രിങ് ആണ്. അപ്പൊ ഇതിനും കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ട്രിങ് ആകുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്പർ ആകുമ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റും. 4 4 പ്ലസ് ചെയ്ത് 8 ആവും.
പക്ഷെ സ്ട്രിങ്ങിലുള്ള 4 ഈ 4 കൂട്ടി 8 ആവില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ അതിൻ്റെ ഒരു മെത്തേഡ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എത്ര മനസ്സിലാക്കിയത്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ടൈപ്പും ഡാറ്റയുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേരിയബിൾ മനസ്സിലാക്കി. ഇനി ഇത് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അത് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ ഡിറൈവ് ഡാറ്റ ടൈപ്പ് ഉണ്ടല്ലോ, ലിസ്റ്റ്, ടപ്പിൾസ്, അതിൻ്റെ ഡെപ്ത് ആയിട്ട് നമ്മൾ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം. ഞാൻ മാക്സിമം ഈസിയാക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.